ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മൈക്രോസ്കോപ്പിൻ്റെ വീഡിയോ ആണ്. മൈക്രോസ്കോപ്പ് കംപ്ലൈൻ്റ് ആയതാണ്. അതായത് ഒരു ഐ പി എസിലൂടെ നോക്കിയാൽ മാത്രം നമുക്ക് എന്തെങ്കിലും കാണും, എന്നാൽ ഒരു ഐ പി എസിലൂടെ നോക്കി കഴിഞ്ഞാൽ ഒന്നും തന്നെ കാണാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ കിലുക്കി നോക്കുമ്പോൾ ഉള്ളിൽ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ള് പാർട്സ് ആക്കിയിട്ട് കഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലെൻസ് മിസ്സായിട്ടുണ്ട്. ഒരു ഗ്ലാസ് പോലുള്ള ഒരു ലെൻസാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു മിറർ തന്നെയാണ്. ലെൻസ് എന്ന് പറയാനൊന്നും കഴിയില്ല, ജസ്റ്റ് ഒരു മിററിൻ്റെ പീസ്. അപ്പോൾ നല്ല ഹൈ ക്ലാരിറ്റി മിററാണ്. നമ്മൾ അതിലൂടെ നോക്കുമ്പോഴും അതിന് ഭയങ്കരമായിട്ടുള്ള ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇത് പോന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നാണ്. കണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇത് ഇതേപോലെ തിരിച്ച് നമ്മൾ ഗ്ലൂ ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലൂ എന്ന് പറഞ്ഞാൽ അറാൾഡൈറ്റിൻ്റെ ഗ്ലൂ ആണ്. അപ്പോൾ ഇതാക്കി കഴിഞ്ഞാൽ നല്ല സ്ട്രോങ്ങിൽ എന്താവും, ഒട്ടിക്കൊടുക്കും. അപ്പോൾ ഇത് നേരെ എന്ത് ചെയ്യണം, ആ ഒരു പോകുന്ന ഭാഗത്ത് കുറച്ച് അപ്ലൈ ചെയ്യാം. ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ട്. ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അതിന് 3 പോർഷനിലായിട്ട് അപ്ലൈ ചെയ്യാണ് ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഗ്ലൂ ഉണങ്ങണമെങ്കിൽ അത്യാവശ്യം സമയം എടുക്കും. അതിന് ശേഷം നമുക്ക് എന്താണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലൂ കംപ്ലീറ്റ് ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട് ഇത് ഉണങ്ങാനായിട്ട്. അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇനി പിടിച്ച് വലിച്ചാൽ പോലും പോരാത്ത വിധത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് തിരിച്ച് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ട്, എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ കണ്ടൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്റ്റാൻഡിൽ വെച്ചിട്ട് വർക്കിംഗ് ആണോ അല്ലെന്ന് ഞാൻ അടിപൊളിയായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഓരോ ലെൻസിലൂടെ നോക്കി നോക്കാം. ആദ്യത്തെ ലെൻസ്, ഈ ഒരു ലെൻസിനായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. ഈ ഒരു ലെൻസ് പിന്നെ അതിൽ ഫിംഗറിൻ്റെ അടയാളം കാണുന്നുണ്ട്. അത് ഈ മുകളിലെ ലെൻസിലാണ്, ഉള്ളിലെ ലെൻസിലല്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ അതിലൂടെ കറക്റ്റ് ആ പഴയ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇത് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യുമ്പോഴൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അത് ക്ലീൻ ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റൊരിടത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ആ ഒരു, കാരണം ഇതിന് മുമ്പ് അങ്ങനെ ഒരു ഇഷ്യൂ വന്നതുകൊണ്ടാണ് സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. കാരണം മുമ്പ് ഇതുപോലെ കൊടുത്തിട്ട് ഉള്ളിൽ കംപ്ലീറ്റ് ഫിംഗറിൻ്റെ പാഡും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ആ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്ലാരിറ്റി പിന്നീട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കൊടുക്കാതെ എന്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്തുകൂടാ എന്ന് തോന്നിയിട്ട് ചെയ്തത്. അപ്പോൾ സംഭവം എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ഓക്കെ ആയിട്ടുണ്ട്, ഫുൾ സെറ്റാണ്. ഓക്കെ.